എന്നാലും എന്നെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എത്ര പറഞ്ഞതാ എനിക്ക് ആരുമില്ലാന്ന്. ഒരു ബാല്യക്കാരിയായിട്ടെങ്കിലും എന്നെ കൂടെ കൂട്ടിക്കൂടായിരുന്നോ? ഒരു ബാല്യക്കാരിയായിട്ടെങ്കിലും എന്നെ കൂടെ കൂട്ടിക്കൂടായിരുന്നോന്ന്. ചേടാ, ഈ ഡയലോഗ് പറയുമ്പോഴേ മാണിക്കൻ എന്ന് പറഞ്ഞ ഒരുത്തൻ മോഹൻലാലിന്റെ ഫിഗർ പിടിച്ച് എന്റെ പിന്നാലെ വരണ്ട. അവനെ കാണാനും ഇല്ലല്ലോ. ടൈമിങ് തെറ്റിയതായിരിക്കും. എന്താ മാണിക്ക, എന്തു പറ്റി? ഓ അതായിരുന്ന, എന്നാ ഞാൻ അങ്ങോട്ട് മാറി. എന്താ മാണിക്ക, എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. അണച്ചു കഴിഞ്ഞിട്ട് പറയാം. കുറച്ചൊന്ന് നടക്കാൻ പറഞ്ഞപ്പോ 2.5 കിലോമീറ്റർ വെച്ചങ്ങ് നടന്നില്ലേ? ബാക്കിലോടി മനുഷ്യന്റെ ഊപ്പാടിളകി. മാണിക്കൻ എന്തായിരുന്നു സ്പീഡിൽ ഓടി വന്നേ? എനിക്ക് കാർത്തുമ്പിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് മാണിക്കനോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കാർത്തുമ്പി പറ. മാണിക്യം പറ. കാർത്തുമ്പി പറ. മാണിക്യം പറ. അത് പിന്നെ ഞാൻ പറയാം. ടൈമിംഗ് ഇല്ലാത്ത മാണിക്യം വന്നേക്കുന്നു. നീയാണോ ഓവർലാപ്പ് ആയത്? ഞാനോ? ഡയലോഗ് പഠിക്കാതെ എന്റെ ഡയലോഗ് എന്റെ അടുത്ത് തന്നെ അടിച്ചിട്ട് ഞാനാ ഓവർലാപ്പ് ആയെന്ന്. കൊള്ളാം. തേമാവിങ്കമ്പത്തിന്റെ സ്പൂഫാണ്. തിരിച്ചു കാർത്തുമ്പി ഇങ്ങ് വാ. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. അങ്ങനെ കയ്യും വീശി പോയാലെങ്ങനെ? ബാഗ് ബാഗാ പാണ്ടം. തമ്പുരാട്ടമ്മയ്ക്ക് ഉടുക്കാനുള്ള മുണ്ടും നേരത്തും അടിച്ചോണ്ടങ്ങ് പോയേക്കുക. ഇനിയിപ്പോ അപ്പൊ എന്നോട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? എനിക്ക് കാണണ്ട. അവിടെ എന്ന് പറയാൻ എനിക്ക് കേൾക്കാൻ വേണ്ട. ഈ പൊട്ട മനസ്സില് ഒരു പാഴ്മോഹം തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി വന്നത് ഇങ്ങടാ. അതെ, ബാലാമണിയാണ് കാർത്തുമ്പിയാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് പടം മാറിപ്പോണ്ട്. ഞാൻ പിണക്കത്തില്ല. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്. അല്ല, സാധാരണ മ്യൂസിക് ഇടാറില്ലേ പതിവ്? ഇതെന്താ ഒറ്റയ്ക്ക് നിന്ന് പാടുന്നേ? അത് ഈ ചില പാട്ടിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പാടിയതാണ്. കറുത്ത പെണ്ണെ. അതെ, ബോഡി ഷേമിംഗ് ഒക്കെ തെറ്റാണ്. ബോഡി ഷേമിംഗ് തെറ്റാ, ബോഡി ടച്ചിങ് ആവാലോ. ദൈവമേ, തന്നോട് ആരാടോ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞേ? നീ ഇതെങ്ങനെ അഴിക്കും? അറിഞ്ഞൂടാ സാറേ. ഇവളാണ് തെറ്റിച്ച് കളിച്ച്, ഞാനല്ല. ഓരോ ഏടാവോടെ ഒപ്പിച്ചിട്ട് ഞാനാ തെറ്റിച്ചേന്ന്. മാണിക്കിനെ കുറിക്കാൻ തോന്നുന്നു അല്ലേ? ഞാനൊന്നും അല്ല, ഇവളാണ് സ്റ്റെപ്പ് തെറ്റിച്ചത്. ഞാൻ പറഞ്ഞു കൊടുത്താ മര്യാദയ്ക്ക്. ഞാനാണോ സ്റ്റെപ്പ് കൊണ്ടുവന്നത് ഇങ്ങനത്തെ? അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? മുന്നോട്ട് അഴിക്കണ്ടേ? ഇങ്ങനത്തെ കുരുക്ക് കയറാൻ എന്റെ ഒരു ട്രിക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? സിനിമയിലെ പോലില്ലാത്ത സ്റ്റെപ്പും കൊണ്ട് വന്നേക്കുവാ. സോറി, കൈ നിട്ട് കളിച്ചേ. കൈ നിട്ട് കളിച്ചങ്ങ്. ഇനിയിപ്പൊ ഇവിടുന്ന് എങ്ങനെ വീട്ടിലോട്ട് പോവും? അതെ, നോക്കിക്കൊണ്ട് കഥ പോയി ശ്രീഹള്ളിയിലേക്കുള്ള വഴി ചോദിക്കി. എങ്ങോട്ടുള്ള വഴി? ശ്രീഹള്ളിയിലേക്കുള്ള വഴി. ശ്രീഹള്ളി വരെ ഞാൻ ചോദിക്കാം, അതിന്റെ അപ്പുറത്തേക്കുള്ള സാധനം ഞാൻ ചോദിക്കില്ല. എന്ത് സാധനം? അത് വിഷയമാണ്, ഞാൻ ചോദിക്കില്ല. ഒരു വിഷയമില്ല, പക്ഷെ എന്താ ചോദിക്കാത്തേന്ന്? ശ്രീഹള്ളിയിലേക്കുള്ള വഴി കണ്ടോ? ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒന്ന് വഴി ചോദിക്കാൻ പോയിട്ട് ഒരു ഗ്രാമം മൊത്തം നിന്ന് ചിരിക്കുവായിരുന്നു. ഞാൻ അവിടെ നാണം കിട്ടില്ലേ? അത് പറയാൻ തന്നെ 3 പേരും ചിരിക്കുന്നു. പ്ലീസ് ചിരിക്കല്ലേ. അതെ, വീട്ടിലോട്ട് പോണോ? അപ്പൊ വഴി ചോദിച്ചേ പറ്റൂ. വഴിയൊക്കെ ചോദിക്കാം, പക്ഷെ ഒരു സാധനം കിട്ടണം. എന്ത് സാധനം? ഗൂഗിൾ മാപ്പാ? അതല്ല, വഴിയൊക്കെ ചോദിക്കുമ്പോ തരാറുള്ള സാധനം ഇല്ലേ? എന്ത്? മറ്റേ സൂപ്പർ ഗ്ലൂ. സൂപ്പർ ഗ്ലൂ അല്ല, മുത്ത് ഗ്ലൂ. മുത്ത് ഗൗവാ? അല്ല, മുത്ത് ഗവ്. എടാ, മുത്തുകോ ചോദിച്ചാടുന്ന നാട്ടുകാര് മരത്തി പിടിച്ച് കെട്ടിയിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ. എന്തിനാ അതൊക്കെ ഓർക്കുന്നേ? ആരി കിടന്ന് മെസ്സേജിക്കുന്നു. ഓ, ഇഞ്ചിമൂട് കാന്താരി കിടന്ന് പൊടിക്കാണല്ലേ. അത് തെറ്റായ കൃഷി രീതിയല്ലേ? എന്ത്? ഇഞ്ചിയുടെ മൂട്ടില് കാന്താരി ഓടിക്കുന്നത്? അതല്ല, ഗാന്ധാരി അമ്മ കാളയോട്ട മത്സരത്തിൽ പന്തയം വെക്കാൻ വിളിക്കുന്നെന്ന്. എന്ത് പന്തയം? ഗാന്ധാരി അമ്മ കാളയോട്ട മത്സരത്തിൽ ജയിച്ച ഈ മാണിക്യം കാർത്തുമ്പിയെ കെട്ടണമെന്ന്. പക്ഷെ ഈ മാണിക്കനാണ് ജയിക്കുന്നെങ്കിൽ കാർത്തുമ്പി എന്നെ കെട്ടണമെന്ന് പറയുന്നു. പിന്നെ കാർത്തുമ്പി, ഇന്ന് രാത്രി അടുക്കള ഭാഗത്ത് വരുമോ? വരാം. അപ്പൊ കാളെ കാണല്ലേ? ഞാൻ അടുക്കളയിലോട്ട് വരുമ്പോ അപ്പ കാളെ എങ്ങനെ കാണാനാ? അല്ല, അതല്ല,
രാത്രി അടുക്കളയിലൊക്കെ വരുമല്ലോ. വരും. അപ്പൊ കള കാണരുത്. എന്റെ പൊന്നു മാണിക്ക, ഞാൻ അടുക്കളയിലോട്ട് വരുമ്പോ അപ്പ കാള എങ്ങനെ കാണാനാ? ഞാൻ തൊഴുത്തിലോട്ട് കയറി ചെല്ലുമ്പോഴേ കാളക്ക് എന്നെ കാണാൻ പറ്റൂ. അതല്ല, വീട്ടിലെ പണിക്കാരന്റെ പേരാണ് അപ്പക്കാള. അവൻ കാണരുത്. ഈ കച്ചവടത്തിന് പോയിട്ട് ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഞങ്ങളുടെ തമ്പ്രാൻ ചേട്ടനെ നൈസായി ഒഴിവാക്കിയല്ലേ? ഇതാരി? ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? അയ്യേ തൊട്ടി. ഞാൻ അപ്പക്കാള. ഓ ഇതാണോ അപ്പക്കാള? ഇവളാരാ? ഞാൻ കാർത്തുമ്പി. ആരാ കാർ തുപ്പിയത്? ഈ ഡയലോഗ് ഞാൻ സിനിമയിൽ കേട്ട് കേട്ട് മടുത്ത്. ഒന്ന് മാറ്റി പിടിക്കാവോ? അപ്പൊ നീയാണല്ലേ കാർത്തുമ്പി? ഈ നിൽക്കുന്ന മാണിക്കൻ ആരാണെന്ന് നിനക്ക് അറിയാമോ? ഈ നിൽക്കുന്ന മാണിക്കനാണ് കുയിലിനെ ഗർഭിണിയാക്കിയത്. ദൈവമേ, പറന്നു പോണ കുയിലിനെയാ? പറന്നു പോണ കുയിലല്ല, എന്റെ കൂട്ടിലിട്ട് വളർത്തുന്ന എന്റെ കുയിലി പെണ്ണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ സ്വന്തം കയ്യില് വേണം. മാണിക്ക, നേരാണോ മാണിക്ക? നേരാണോ മാണിക്ക? ഐ ആം തിങ്കിങ് എ ബ്ലാക്ക് സ്റ്റോറി. എന്ന് വെച്ചാ ഒരു കള്ളക്കഥ ആലോചിക്കുകയാണ്. ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ ചിഞ്ചിച്ചായി ചതിക്കായിരുന്നല്ലേ? അല്ല, ഞാൻ ചതിക്കുമല്ലായിരുന്നു. ഞാനല്ല ഈ കൊച്ചിന്റെ ഉത്തരവാദി. നിങ്ങൾ എന്തൊക്കെ പറയാലും നിങ്ങളാണ് എന്റെ ഉത്തരവാദി. അല്ല, ആണ്. അല്ല, ആണ്. ആണ്. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഐഡിയ, ഞാൻ വെറ്റിലെ വാക്ക് കൊടുക്കട്ടെ. ഈ ക്രിട്ടിക്കൽ മൊമെന്റ് നിങ്ങൾ മുറുക്കാൻ പോണോ മനുഷ്യ? അതല്ല, എന്നെ എല്ലാവർക്കും സംശയല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാനല്ല കൊച്ചിന്റെ അച്ഛന്ന് ഞാൻ കാണിച്ചു തരാം. കൊറേ കാണിക്കും. പിടിയടാ, ഇത് ഞാനും പിടിക്കാം. ഈ വെറ്റിലെ ചവച്ചരിച്ച് തുപ്പുമ്പോ ചുവന്ന കളർ ആരുടെ വായിന്ന് വരുന്നു അവനാണോ കൊച്ചിന്റെ അച്ഛൻ. പച്ച കളർ വരുന്നത് നിരപരാധി. തിന്നടാ. അയ്യോ, എനിക്ക് വെറ്റില്ല ഇന്ന തല ഇറങ്ങും. നീ തിന്നടാ. തുപ്പടാ. ആരെങ്കിലും ഒന്ന് തുപ്പ്. കണ്ട, പച്ച പച്ച. ഞാനല്ല കൊച്ചിന്റെ അച്ഛൻ. ഞാനല്ല, ഞാൻ രക്ഷപ്പെട്ട്. ഇനി നീ തുപ്പടാ. തുപ്പടാ. അവിടെ നിക്കടാ. വീട്ട് പോയാ നീ. എന്താ കളറ്? ചുവപ്പ്. ചുവപ്പ്. അപ്പൊ നീയാണ് കൊച്ചിന്റെ അച്ഛൻ. നീ തന്നടാ. ചോപ്പ്. ഇതെങ്ങനെ സംഭവിച്ചു? എടാ, ഞാൻ തേച്ചതല്ലേ. അപ്പൊ നീ എന്നെ തേക്കായിരുന്നല്ലടാ? അതല്ലടാ, നിന്റെ വെറ്റില് ഞാൻ ചുണ്ണാമ്പ് തേച്ചു, എന്റെ തേച്ചില്ല. നിനക്കില്ലേ ഞാൻ പിന്നെ തരടാ. നീ കാർത്തുമ്പിയെ കൊണ്ടുപോയപ്പോ ഞങ്ങളുടെ തമ്പ്രാൻ ചേട്ടൻ എത്ര വിഷമിച്ചു എന്നറിയോ? നമ്മുടെ തമ്പ്രാൻ ചേട്ടൻ ഇപ്പൊ കാണാനില്ല. അതുകൊണ്ട് ഇത് കണ്ടില്ലേ തമ്പ്രാൻ ചേട്ടന്റെ ചെരുപ്പും തോർത്തും? അതിന്റെ ഇടയ്ക്ക് നീ അതും മോട്ടിച്ച. അതല്ല, ഇത് കൊണ്ടുപോയി ഞാൻ പൊട്ടക്കുളത്തിലിടും. എന്നിട്ട് തമ്പ്രാൻ ചേട്ടനെ കൊന്നത് നീയാണെന്ന് പറയും. അപ്പൊ നാട്ടുകാരിളകും. എല്ലാരും കൂടി നിന്നെ അടിച്ചു കൊല്ലും. അതെനിക്ക് കാണണം. ഞാൻ ഇതിട്ടിട്ട് വരാം. നിക്കടാ അവിടെ. നീ ചെരുപ്പ് കൊണ്ട് കുളത്തിൽ ഇടുവാടാ? ഇടും. നീ തോർത്തിടുവാടാ? ഇടും. എങ്കിൽ നിന്നെ പിടിച്ചാ കുളത്തിൽ ഇടുവാടാ. എന്തിന്? അപ്പൊ ഈ സ്കിറ്റിന് നല്ലൊരു ക്ലൈമാക്സ് ആവുമല്ലോ, അല്ലേ കാർത്തുമ്പി? അടിപൊളി.